CMDRF തട്ടിപ്പാണോ? CMDRFിലേക്ക് വരുന്ന ഫണ്ട് സർക്കാർ അനാവശ്യമായി ചെലവാക്കുന്നുണ്ടോ? അർഹരായവരുടെ കൈകളിലേക്കല്ലേ ഫണ്ട് എത്തുന്നത്? കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. ഒരു നാട് തന്നെ ഒലിച്ചു പോയിരിക്കുന്നു. മരണസംഖ്യ വലിയ തോതിൽ ഉയരുകയാണ്. നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദുരിതത്തിലകപ്പെട്ട് മരണത്തിന്റെ വക്കിൽ നിന്ന് കയറി വന്നവർക്ക്, ഉറ്റവരും ഉടയവരും വീടും നാടുമൊക്കെ നഷ്ടമായവർക്ക് ജീവിതം പഴയ നിലയിലെത്തിക്കാൻ വലിയ കൈത്താങ് ആവശ്യമാണ്. ഭക്ഷണമായും വസ്ത്രമായും കേരള ജനത അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ സാമ്പത്തികമായി കൂടി സഹായം നൽകേണ്ടതുണ്ട്. സാമ്പത്തിക സഹായം ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ ഏറ്റവും ഫലപ്രദമായി ദുരിതബാധിതരിലേക്ക് എത്തിക്കുന്നതിനായാണ് പണം നൽകാൻ ആഗ്രഹിക്കുന്നവരോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെതിരെ വലിയ രീതിയിൽ വ്യാജ പ്രചരണമാണ് നടക്കുന്നത്. ലഭിക്കുന്ന സംഭാവന സർക്കാർ കട്ടുമുടിക്കുകയാണെന്നും അടിമുടി തട്ടിപ്പാണെന്നും പണം നൽകുന്നത് നിർത്തണമെന്നും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് പണം നൽകണമെന്നുമൊക്കെയാണ് പ്രചരണങ്ങൾ. 2018-ലും 2019-ലും കേരളം മഹാപ്രളയം നേരിട്ട സമയത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ആവശ്യക്കാരിലേക്ക് സഹായം എത്തിക്കാൻ ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അന്നും സമാനമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ തലപൊക്കിയിരുന്നു. എന്നാൽ ആടിനെയും കോഴിയെയും വിറ്റും പെൻഷൻ കാശും കുടുക്ക പൊട്ടിച്ചുമൊക്കെ CMDRFിലേക്ക് സംഭാവന നൽകാൻ ഒരുമിച്ച് നിന്നവരാണ് മലയാളികൾ. അങ്ങനെയാണ് കേരളം ഓരോ പ്രതിസന്ധിയെയും അതിജീവിച്ചത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കാം. പ്രളയം, കടൽക്ഷോഭം, ഉരുൾപൊട്ടൽ, തീപിടുത്തം തുടങ്ങി സമൂഹത്തിൽ നടക്കുന്ന വിവിധങ്ങളായ ദുരന്തങ്ങൾ ബാധിക്കുന്ന വ്യക്തികളെയോ കുടുംബങ്ങളെയോ സഹായിക്കുന്നതിനായി സർക്കാർ തലത്തിൽ സ്വരൂപിക്കുന്ന പൊതു ഫണ്ടാണ് CMDRF. ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന CMDRF ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ദുരിതബാധിതരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ CMDRFിലേക്ക് പണം നൽകാം. എത്ര ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും CMDRFിലേക്ക് സംഭാവനയായി നൽകാം. ഇതിനായി വെബ്സൈറ്റിൽ വ്യക്തിഗതമായി പണം നൽകുന്നതിനും ഗ്രൂപ്പ് ഡൊണേഷനും പ്രത്യേക പേയ്മെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ പണം നൽകാൻ സാധിക്കുകയുള്ളൂ. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിറ്റി മെയിൻ ബ്രാഞ്ച് തിരുവനന്തപുരം എന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കാം. ഇതുപോലെ CMDRFിന്റെ വിവിധ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴിയും തുകകൾ സംഭാവന ചെയ്യാം. ഓൺലൈൻ പോർട്ടലുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് പൂൾ അക്കൗണ്ടുകൾ കൂടി ആരംഭിച്ചിരിക്കുന്നതെന്ന് CMDRF വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് വിസ, മാസ്റ്റർ, റുപ്പേ, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിംഗ്, അന്താരാഷ്ട്ര കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് പണം നൽകാം. UPI ID ഓർ QR VPA ബേസ്ഡ് ഡൊണേഷൻ, വാലറ്റ്സ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവ വഴിയും CMDRFിലേക്ക് പണം നൽകാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നൽകുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്കുണ്ടെന്ന് സാരം. ഇനി ഏറ്റവും സംശയം വരുന്നത് പണത്തിന്റെ വിനിമയത്തെക്കുറിച്ചായിരിക്കും. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ഈ അക്കൗണ്ട്. എന്നാൽ ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം റവന്യൂ വകുപ്പിനാണ്. അതുകൊണ്ട് തന്നെ CMDRFിന്റെ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് മാത്രമേ പണം പിൻവലിക്കാൻ സാധിക്കൂ. ഇതുവരെ ലഭിച്ച തുകയുടെയും വിനിയോഗിച്ച തുകയുടെയും വിശദ വിവരങ്ങൾ CMDRFിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. CMDRF വഴി വരുന്ന ഫണ്ടുകൾ CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിംഗിന് വിധേയമാണ്. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അവ ചോദ്യം ചെയ്യപ്പെടുകയും പ്രത്യേകിച്ച് നിയമസഭയിൽ സർക്കാർ ഇതിന് മറുപടി നൽകേണ്ടിയും വരും. മാത്രമല്ല ഇത് ആദായ നികുതി ഇളവിനും അർഹമാണ്. തുക ആദായ നികുതി നിയമം സെക്ഷൻ 80G പ്രകാരം 100% ഒഴിവാക്കിയിട്ടുണ്ട്. 2018-19 പ്രളയ സമയത്ത് CMDRFിലേക്ക് 4970.29 കോടി രൂപയാണ് എത്തിയത്. പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ, സാലറി ചലഞ്ച്, ഫെസ്റ്റിവൽ അലവൻസ്, മദ്യവിൽപ്പനയുടെ അധിക നികുതി, കെയർ ഹോം പദ്ധതിക്കായി സംസ്ഥാന സഹകരണ വകുപ്പ് നൽകിയ പണം തുടങ്ങി എല്ലാം കൂടി ചേർത്തുള്ള തുകയാണിത്. ഇതിൽ 2018-ലെ അടിയന്തര സാമ്പത്തിക സഹായത്തിന് ഒരു കുടുംബത്തിന് 6200 രൂപ വെച്ച് 2367.66 കോടി രൂപ ചെലവാക്കിയതായി വെബ്സൈറ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. സമാനമായി ഭൂമിയും വീടും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കുള്ള സഹായം, പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിന് കെയർ ഹോം പ്രൊജക്ട് ഫണ്ട്,
പുനർഗേഹം പദ്ധതി, KSFE ഷെൽട്ടർ ഹോം തുടങ്ങി ഇതുവരെ 4724.83 കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. സമാനമായി കോവിഡ് കാലത്ത് 1129.74 കോടി രൂപയാണ് CMDRFിലേക്ക് വന്നത്. ഇതിൽ 1058.22 കോടി രൂപ സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട്. CMDRF വഴി സഹായധനം ലഭിക്കുന്നതിനായി അപേക്ഷിക്കുന്നതിന് പ്രത്യേക ഫോർമാറ്റ് വില്ലേജ് ഓഫീസുകൾ വഴി ലഭിക്കും. അർഹരായവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി CMDRF പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാനും സാധിക്കും. കൂടാതെ MP-മാരുടെയോ MLA-മാരുടെയോ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വഴിയും അപേക്ഷകൾ നൽകാനാകും. കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയ്ക്കൊപ്പം നൽകണമെന്ന് മാത്രം. പാസ്സാകുന്ന തുക അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും എത്തുക. ദുരിതബാധിതരെ സഹായിക്കാൻ കൃത്യമായ കണക്കുകളുള്ള CMDRF വഴി പണം നൽകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും അനുയോജ്യം. അർഹരായവരുടെ കൈകളിലേക്ക് തന്നെയാണ് ധനസഹായം എത്തുന്നതെന്ന് നിസ്സംശയം പറയാം.